ഹലോ ഫ്രണ്ട്സ്, അപ്പം എനിക്ക് കിട്ടിയ കോക്കനട്ട് വെർജിൻ ഓയിലാണ് ഇത്ര. ആ കോക്കനട്ട് വെർജിൻ ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പം എനിക്ക് നമ്മുടെ ആ ബാക്കി വന്ന കോക്കനട്ട് ഇല്ലേ, നല്ല ഡ്രൈ ആയ കോക്കനട്ട്, അതായത് എൻ്റെ പേരിൽ ഞാൻ പറയുമ്പം കക്കൻ എന്ന് പറയും. ആ കക്കൻ വെറുതെ കളയണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു. അത് വെച്ച് ഞാൻ ഒരു സംഗതി നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാം. അടിപൊളിയായിട്ടോ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് സൗന്ദര്യത്തിൽ നിന്നും ഒരു ഭക്ഷണം കൂടി ഉണ്ടാക്കാം. ഞാനിപ്പം ഈ തേങ്ങയുടെ വറുത്ത തേങ്ങയെല്ലാം കൂടി ഈ മിക്സിയിലേക്ക് കോരിയെടുത്തു. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ നമ്മളുടെ ചട്നി ഉണ്ടാക്കാൻ പോവുക, വേപ്പിലക്കട്ടി. ഇതെൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് അതേ ഉരുളിയിൽ തന്നെ ഇതുണ്ടോ, കുറച്ച് മുളക്, പുളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇനി ഒന്ന് നല്ലോണം ചൂടാക്കാൻ പോവുക. ചൂടാക്കുമല്ല, മുളകൊക്കെ നല്ലോണം മൂത്ത് വരണം. നമുക്ക് കുറച്ച് കാലം വെക്കണമെങ്കിൽ നമ്മളിതിങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പം നമുക്കന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാം നല്ലോണം മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഈ വേപ്പിലക്കട്ടിയുടെ ഒരു മെച്ചപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ തേങ്ങ വറക്കുമ്പം നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ള എണ്ണ മുഴുവൻ അതിനകത്ത് നിന്ന് ഊറ്റിയെടുത്തിട്ട് അത് നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇതിലും ഞാൻ ഒട്ടും എണ്ണ ചേർത്തില്ല. ഉരുളിയിൽ നമ്മളുടെ കോക്കനട്ട് വെർജിൻ ഓയിൽ ഊറ്റിയെടുത്തതിന് ശേഷം അതിൽ കുറച്ചൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടല്ലോ, ആ ഉരുളിയിലേക്ക് തന്നെ ഇട്ടിട്ടാണ് ഞാനിപ്പം ഇത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ചമ്മന്തിപ്പൊടിക്ക് നമുക്ക് തീരെ എണ്ണ വളരെ കുറവായിരിക്കും. നമുക്കിപ്പം ഇച്ചിരി രോഗികൾക്കോ അല്ലെങ്കിൽ ഇച്ചിരി ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്കോ ഒക്കെ കൊടുക്കുമ്പം അവരുടെ വയറിന് വലിയ പ്രോബ്ലംസ് ഒന്നും വരില്ല. ഞാനിത് അരച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം ഇതെങ്ങനെയുണ്ട്, ടേസ്റ്റും എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ, നിങ്ങളുടെ കൂടെ മിക്സിയിലേക്ക് ഇട്ട് എന്നിട്ട് ഞാൻ ഒരു 2 അടി അടിച്ചപ്പോഴത്തേക്കും ഇതാ ഇങ്ങനെയായി വന്നു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എന്താ, സൂപ്പർ കേട്ടോ. ഞാൻ വിചാരിച്ചില്ല എത്ര നന്നാവുമെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോക്കനട്ട് വെർജിൻ ഓയിലും കിട്ടി, ഇതാ ചമ്മന്തിപ്പൊടിയും കിട്ടി. ചമ്മന്തിപ്പൊടി, വേപ്പിലക്കട്ടി എന്നൊക്കെ പറയാം. കണ്ടില്ലേ, നല്ലൊരു പരിപാടി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം അപ്പം 4 തേങ്ങയുടെ ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയേ ഉള്ളൂ. ഉണ്ടോ, എത്ര കുറവാ. അത് നമ്മൾ സാധാരണ വറുത്തുണ്ടാക്കിയാലും നമുക്ക് ഇത്ര തന്നെ കിട്ടത്തുള്ളൂ. പിന്നെ 4 തേങ്ങയുടെ വെന്ത വെളിച്ചെണ്ണ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഒരു പൊലിമയില്ലാത്ത 2 സാധനങ്ങളാണ്. ഒന്ന് 4 തേങ്ങയുടെ എന്ന് പറയുമ്പോൾ എല്ലാവരും വായ പൊളിക്കും. ഇത്രയും എണ്ണയും ഇത്രയും ചമ്മന്തിപ്പൊടിയേ നമുക്ക് കിട്ടിയുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു മേന്മ എന്താണെന്ന് വെച്ചാൽ 2 പ്യുവറാണ്, നമ്മുടെ ഹോം മെയ്ഡാണ്. എങ്ങനെയുണ്ട്? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.